പത്ര ഫോട്ടോഗ്രാഫറായി ജീവിതം ആരംഭിച്ച ഒരാൾ പിന്നീട് അദ്ദേഹം ചലച്ചിത്ര രംഗത്തെത്തിയപ്പോൾ ചരിത്രമായി മാറിയ നിരവധി സിനിമകളുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി. ഒപ്പം തൻ്റെ രൂപസവിശേഷതകൾ കൊണ്ട് ക്യാമറയ്ക്ക് മുൻപിലുമെത്തിയ പ്രിയ ബാലേട്ടൻ ശ്രീ NL ബാലകൃഷ്ണനാണ് ഇന്നത്തെ സമാഗമത്തിൽ നമ്മുടെ അതിഥി. ബാലേട്ടാ നമസ്കാരം. എന്തായാലും ഇങ്ങനെ ഒരു സമാഗമത്തിൽ നമ്മൾ ഒരുമിക്കാന്ന് പറയുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. സന്തോഷമുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ ബാലേട്ടനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അന്ന് കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ ബാലേട്ടൻ വലിയൊരു ക്യാമറയൊക്കെ നോക്കി. എനിക്ക് ബാലേട്ടനൊരു അത്ഭുതമായിരുന്നു അന്നു. കാരണം ബാലേട്ടൻ്റെ രൂപം മാത്രമല്ല, ആസ് എ ഫോട്ടോഗ്രാഫർ, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ബാലേട്ടൻ അന്ന് വർക്ക് ചെയ്യുന്ന സിനിമകൾ, പ്രത്യേകിച്ചും അരവിന്ദേട്ടൻ്റെയും. ഇല്ല, ഞാൻ 45 വർഷം മുമ്പ് കള്ളിച്ചെല്ലമ്മ, 45 വർഷം മുമ്പ് കള്ളിച്ചെല്ലമ്മയാണ് ആദ്യത്തെ പടം. അല്ല, അന്നൊന്നും ഞാനൊന്നും സിനിമയിലില്ല. നമ്മളൊക്കെ കുട്ടിക്കാലത്താണ് കള്ളിച്ചെല്ലമ്മ കാണുന്നത്. അതാണ് ആദ്യത്തെ സിനിമ ബാലേട്ടൻ്റെ. അതാണ് ആദ്യത്തെ സിനിമ. ശോഭന പരമേശ്വരൻ നായർ, ഭാസ്കര മാഷ്, പരമേട്ടൻ, ഭാസ്കര മാഷ്. അപ്പോൾ പരമേട്ടനാണ് എന്നെ അതിൽ കൊണ്ടുവരുന്നത് KN പിള്ള, നീലകണ്ഠ പിള്ള എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരുന്നു അതിൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. ശരി ശരി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ നേരിട്ട് ചോദിക്കുകയായിരുന്നു. ഈ ആവശ്യക്കാരൻ്റെ ഔചിത്യമില്ല എന്ന് പറയുന്ന പോലെ എന്നെ കൂടെ നിർത്തുമെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു എവിടെയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്ന് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ കൗതുകത്തോടു കൂടി നോക്കി അദ്ദേഹം. ശരി, നാളെ രാവിലെ വാ. അങ്ങനെയാണ് ആദ്യം സിനിമയിൽ വരുന്നത്. പക്ഷേ സിനിമയിൽ എന്താ പറയുക, സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് വരുന്നതിന് മുമ്പ് ബാലേട്ടൻ്റെ കുട്ടിക്കാലവും ബാലേട്ടൻ്റെ സ്കൂൾ ജീവിതവും ഒക്കെ നമുക്കറിയണം. അതിനു മുമ്പ് എനിക്ക് ബാലേട്ടനെ ഇപ്പോൾ കാണുമ്പോൾ ജസ്റ്റ് എൻ്റെ ആദ്യകാലത്തെ ഒരു സിനിമയിൽ ബാലേട്ടൻ അഭിനയിച്ചു, ഓർക്കാപ്പുറത്ത് എന്ന് പറയുന്ന സിനിമയിൽ. എനിക്കൊണ്ട് ബാലേട്ടൻ്റെ മൂന്നാമത്തെ സിനിമയായിരിക്കും അതിലെ. അതിനു മുമ്പ് ഞാൻ പിന്നെ അമ്മാനക്കിളിയിലേക്ക് അഭിനയിച്ചു, കാക്കോത്തിക്കാവിലെ അതിലഭിനയിച്ചു. അതെനിക്കറിയാം, അതിലാണ് ആദ്യം വന്നത്. കാക്കോത്തിക്കാവിലാണ് മറ്റേ റൗണ്ട് ചെയ്യുന്നത്. അതെ 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 അതെ. അത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ. കാക്കോത്തിക്കാവാണ് ബാലേട്ടൻ്റെ രണ്ടാമത്തെ സിനിമ അല്ല, അമ്മാനങ്കിളി കഴിഞ്ഞിട്ട് അല്ലെ സിനിമ. അതെ 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 അതെ. അത് കഴിഞ്ഞിട്ട് ഐത്തോ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചു. അതെ അതെ, ചെറിയ വേഷം ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ മെയിൻ വേഷം ചെയ്യുന്നത് ഓർക്കാപ്പുറത്തിലാണ്. അപ്പാജി എന്ന് പറഞ്ഞ ക്യാരക്ടർ അല്ലേ. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ തന്നെ അപ്പാജി എന്ന് വിളിക്കാറുണ്ട് അല്ലേ. അത് നല്ല രസമുള്ള ക്യാരക്ടറായിരുന്നു, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലുള്ള ക്യാരക്ടർ. അതെ അതെ, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ബാലേട്ടൻ്റെ കുട്ടിക്കാലത്ത് നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. ബാലേട്ടൻ തിരുവനന്തപുരത്തല്ലേ? തിരുവനന്തപുരത്ത് ചെമ്പഴന്തി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ചെമ്പഴന്തി അല്ലേ, ശരിക്കും പൗടിക്കോണം. അപ്പം ഞാൻ താമസിക്കുന്ന ചെമ്പഴന്തിയാണ്. ആണല്ലേ. അച്ഛനും അമ്മയൊക്കെ എന്തായിരുന്നു ബാലേട്ടൻ്റെ? അച്ഛൻ പിന്നെ പണ്ട് ഈ 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ട് കൂലിപ്പട്ടാളം. ശരി ശരി ശരി. അവർ അവശിഷ്ടങ്ങളൊക്കെ പറക്കാനായിട്ട്, അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വന്ന് കൃഷിക്കാരനായിരുന്നു. ഫുൾ ടൈം കൃഷിയൊക്കെ ആയിരുന്നു. അമ്മ ഹൗസ് വൈഫ് ആയിരുന്നു. ബാലേട്ടൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ പഠിച്ചത് പിന്നെ പ്രൈമറി സ്കൂൾ കരിയം. അപ്പോൾ സ്കൂളിലന്ന് എനിക്ക് തോന്നുന്നത് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ അധ്യാപകർ. പ്രത്യേകിച്ച് അന്നത്തെ കാലത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ആ കാലത്തെ അധ്യാപകരെ നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ്. ഇല്ല. അങ്ങനെ ബാലേട്ടൻ്റെ ഓർമ്മയിലുള്ള ഏതെങ്കിലും അധ്യാപകർ? അത് എൻ്റെ പിന്നെ പ്രൈമറി കാലഘട്ടത്തിലുള്ള അധ്യാപകർ കുറേ പേരുണ്ട്. പിന്നെ ഹൈസ്കൂളിൽ വന്നതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ, അദ്ദേഹം എനിക്ക് വഴികാട്ടിയായിരുന്നു. വലിയശാല സുകുമാരൻ നായിരുന്നു. അദ്ദേഹം അന്ന് ഹിന്ദി സാർ, ഞങ്ങളെ ക്ലാസ്സിൽ ഹിന്ദി പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ അദ്ദേഹം അവിടെ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഹെഡ് മാസ്റ്ററായിട്ടാണ്. അപ്പോൾ അദ്ദേഹമാണ് ആദ്യം എൻ്റെ മുഖത്ത് ചായം തേച്ച് തരുന്നത്. ആണോ? അന്ന് നാടകത്തിലൊക്കെ അഭിനയിക്കായിരുന്നു? അല്ല, സ്കൂളിൽ. അതെ. CL ജോസിന്റെ തീ പിടിച്ച ആത്മാവ്, നക്ഷത്രവിളക്ക്. ശരി ശരി ശരി. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ ഒരു തുടക്കം കുറിച്ചൊരു ആശാനും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം അങ്ങനെയാണ്. പിന്നെ ഞാൻ SLC തോറ്റു. അന്ന് 6th ആണ്, ഇപ്പോൾ 10th ആണ്. അന്ന് 11th ആണ് SLC തോറ്റ്. ഞാനിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഒരു വേലയെ ഇപ്പോൾ സ്കൂൾ ഓഫ് ആർട്സിലേക്ക് ആളെടുക്കുന്നുണ്ട്, ഞാൻ വൈകുന്നേരത്തൊരു പത്രം തരാം, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയി എടുത്തു തരാമെന്നൊരു പത്രം എൻ്റെ തന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് പറഞ്ഞ്, നീ അവിടെ ചേര് സ്കൂൾ ഓഫ് ആർട്സ്. അങ്ങനെ ചിത്രകല പഠിക്കാനായിട്ട് അതും അതിൻ്റെ പ്രചോദനം സാറാണ്. ഈ പടം വരയ്ക്കാനും പ്രചോദനം സാറാണ്.
ഈ അഭിനയിക്കാനും പ്രചോദനം സാറാണ്. പിന്നെ ഫോട്ടോഗ്രാഫിയിലേക്ക് കിടക്കാനും ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി കടക്കാനും അദ്ദേഹത്തിന്റെ ഒരു മാർഗദർശനം അല്ലെങ്കിൽ ഒരു എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവാണ് ആണല്ലേ ഈ സുകുമാരൻ നായർ. അപ്പോൾ അദ്ദേഹം എന്താണ് ബാലേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിന്റെ വീഡിയോ ക്ലിപ്പ് കൂടി ഉണ്ട്. ഓക്കെ, അത് കണ്ടിട്ട് തിരിച്ചു. പഠിത്തത്തിനേക്കാളും കൂടുതൽ ആഭിമുഖ്യം കലയോടായിരുന്നു. നാടകം കളിക്കുക, ചിത്രം വരയ്ക്കുക, ഇതിലെല്ലാം വലിയ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വരുന്ന കാലം മുതൽ ഈ സ്കൂളിലെ കലാപരമായ എല്ലാ കാര്യത്തിലും ഇന്നതെന്നില്ല. അന്ന് ഇതുപോലെ മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ നാടകങ്ങൾ അഭിനയിപ്പിക്കാനും അതിൻ്റെ കർട്ടം ഉണ്ടാക്കാനും എല്ലാം ഞങ്ങൾ കൈകൊണ്ട് തന്നെ നമ്മുടെ കരവിരുത് തന്നെ അതിൽ പ്രകടിപ്പിക്കേണ്ടിയിരുന്നു. അതിനോടൊരു താല്പര്യമുള്ളതുകൊണ്ട് എന്നെ പ്രത്യേകം ശ്രദ്ധിക്കും, എൻ്റെ കൂടെ അഭിപ്രായങ്ങൾ ചോദിക്കും, ഞാൻ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ അങ്ങനെ പ്രോത്സാഹനം നൽകിയ ഒരു അദ്ദേഹം കർട്ടൻ അദ്ദേഹം വരയ്ക്കും. ശരി, ഞാള് കുട്ടികൾക്ക് മേക്കപ്പ് ഇട്ട് തരുന്നതും അദ്ദേഹമാണ്. നാടകം പ്രോംപ്റ്റ് ചെയ്യും. അന്ന് ഈ കർട്ടൻ്റെ ഇടയിൽ നിന്ന് പ്രോംപ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്, അതും അദ്ദേഹം തന്നെ. അങ്ങനെ അദ്ദേഹം ഒരു സകലകല വല്ലഭനായിരുന്നു. ശരി ശരി. ആ കാലഘട്ടത്തിലുള്ള സുഹൃത്തുക്കളെ ബാലേട്ടന് ഇപ്പോഴും അവരായിട്ടുള്ള സൗഹൃദം ഉണ്ടോ? അതോ പലരെയും ഇടയ്ക്ക് കാണാറില്ല, പലയിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയി. അതെ അതെ അതെ.